ഹലോ പ്ലസ് വൺ കൊമേഴ്സ് ഫാമിലി. നമ്മുടെ സ്റ്റാറ്റ് പ്ലസ് വണ്ണിലെ എക്കണോമിക്സിലെ സ്റ്റാറ്റിൽ നിന്ന് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ MCQ ക്വസ്റ്റ്യൻസ് ഞാൻ 10 മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഓൾറെഡി നമ്മുടെ വീഡിയോ മരിയ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് പഠിച്ചിട്ട് തന്നെ പോകണം, കാരണം മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഈ MCQ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ മറ്റ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രൈമറി ഡേറ്റ? പ്രൈമറി ഡേറ്റയുടെ എക്സാമ്പിൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ബുക്ക്, ജേണൽ, ന്യൂസ് പേപ്പർ, സെൻസസ് റിപ്പോർട്ട്. ബുക്ക് ആണോ, ജേണൽ ആണോ, ന്യൂസ് പേപ്പർ ആണോ, സെൻസസ് റിപ്പോർട്ട് ആണോ? ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്, സെൻസസ് റിപ്പോർട്ട് ആണ്. ബാക്കിയുള്ളവരെല്ലാം സെക്കൻഡറി ഡേറ്റയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതർ നെയിം ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ മറ്റൊരു പേര് എന്താണ്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്, സെൻസെക്സ്, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻഡെക്സ്. ഏതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ മറ്റൊരു പേര്? ഏതാണ്? കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് അല്ലെ? ഓപ്ഷൻ ബി ആണ് ആൻസർ, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്. വേണമെങ്കിൽ മറ്റൊരു പേര് കൂടിയുണ്ട്, റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്നും വിളിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ ഡേറ്റാസ് ആർ കാറ്റഗറൈസ്ഡ് അക്കോർഡിംഗ് ടു ടൈം, ക്വാണ്ടിറ്റി, ക്വാളിറ്റീസ്, പ്ലേസ്. സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഡേറ്റാസിനെ ടൈം ബേസിസിലാണോ, ക്വാണ്ടിറ്റി ബേസിസിലാണോ, ക്വാളിറ്റി ബേസിസിലാണോ, പ്ലേസിന്റെ ബേസിസിലാണോ ക്ലാസിഫൈ ചെയ്യുന്നത്? ആൻസർ ഏതാണ്? കറക്റ്റ് ആണ്, ആൻസർ ഡി ആണ്. ഏത്? പ്ലേസിന്റെ ബേസിസിലാണ് അല്ലെ? ടൈം ആണെങ്കിൽ അത് ക്രോണോളജിക്കൽ, ക്വാണ്ടിറ്റി ആണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റി ആണെങ്കിൽ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. കോറിലേഷൻ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. When you spend more time in studying, the chances of failing declines is an example for. അതായത് നമ്മൾ കൂടുതൽ സമയം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തോൽക്കാനായിട്ടുള്ള ചാൻസ് കുറയുന്നു, ഫെയിൽ ചെയ്യാനായിട്ടുള്ള ചാൻസ് കുറഞ്ഞു വരുന്നു. ഇത് പോസിറ്റീവ് ആണോ, സീറോ ആണോ, നെഗറ്റീവ് ആണോ, ഇതൊന്നുമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോസിറ്റീവ് കോറിലേഷൻ എന്താണ്? രണ്ട് വേരിയബിൾസും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഒരാൾ ഇൻക്രീസ് ആകുമ്പോൾ മറ്റേ വേരിയബിളും ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വേരിയബിൾ ഇൻക്രീസ് ആകുമ്പോൾ മറ്റൊരു വേരിയബിൾ ഡിക്രീസ് ആകുന്നുണ്ടെങ്കിൽ അതാണ് നെഗറ്റീവ് കോറിലേഷൻസ്. വേരിയബിൾസ് തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ലെങ്കിൽ അതാണ് സീറോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കൂടുതൽ സമയം പഠിക്കുമ്പോൾ തോൽക്കാനായിട്ടുള്ള ചാൻസ് കുറയുന്നു അല്ലെ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് അത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് വിത്ത് 1978-79 ആസ് ബേസ് ഈസ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇൻഡെക്സ് ഏതാണ് 1978-79 ബേസിൽ വരുന്നത്? നിഫ്റ്റി ആണോ, WPI ആണോ, സെൻസസ് ആണോ, HDI ആണോ? നിഫ്റ്റി ആണോ, WP ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണോ, സെൻസസ് ആണോ, HDI എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണോ? ഏതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? സെൻസസ് ആണ്. ഓപ്ഷൻ സി സെൻസസ് ആണ് ആൻസർ. നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പോപ്പുലേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻ. സ്റ്റാറ്റിസ്റ്റിക്സിൽ പോപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ കൺട്രി, ടോട്ടൽ നമ്പർ ഓഫ് ദ പീപ്പിൾ ഇൻ ദ വേൾഡ്, totality of the items under study area, selected items in the study area. ഏതാണ്? ഓപ്ഷൻ സി totality of the items under study area ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. Which of the following is a frequency diagram? ഫ്രീക്വൻസി ഡയഗ്രാം ഏതാണ്? ഹിസ്റ്റോഗ്രാം, പൈ ഡയഗ്രാം, സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഏതാണ്? ഫ്രീക്വൻസി ഡയഗ്രാം ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? ഹിസ്റ്റോഗ്രാം ആണ് അല്ലെ? ബാക്കിയുള്ളവരെല്ലാം ജോമെട്രിക് ഡയഗ്രാം ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ക്വസ്റ്റ്യനർ ഈസ് നോൺ ആസ്. പ്രീ ടെസ്റ്റിംഗ്, ഒരു ക്വസ്റ്റ്യനറിന്റെ പ്രീ ടെസ്റ്റിംഗിനെ എന്താണ് വിളിക്കുന്നത്? സാമ്പിൾ സർവേ, പോപ്പുലേഷൻ, സെൻസസ്, പൈലറ്റ് സർവേ. എന്താ വിളിക്കുന്നത്? പൈലറ്റ് സർവേ. ഓപ്ഷൻ ഡി പൈലറ്റ് സർവേ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. പോപ്പുലേഷൻ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ജെൻഡറിന്റെ ബേസിസിൽ പോപ്പുലേഷനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻസ്. എന്താണ്? ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അല്ലെ? ക്വാളിറ്റേറ്റീവ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്രോണോളജിക്കൽ ടൈം ആണ്, സ്പേഷ്യൽ പ്ലേസ് ആണ്. ക്വാണ്ടിറ്റിയുടെ ബേസിസ് ആണെങ്കിലാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ടാലി മാർക്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെന്റ്. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ടാലി മാർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്ലാസ് ലിമിറ്റ്, ക്ലാസ് ഇന്റർവെൽ, ക്ലാസ് മിഡ് വാല്യൂ,
ക്ലാസ് ഫ്രീക്വൻസി അല്ലെ. ടാലി മാർക്ക് നമ്മളിങ്ങനെ എഴുതിയിട്ട് വെട്ടിക്കളയാറുണ്ട് അല്ലെ, 5 എണ്ണം വരുമ്പോൾ വെട്ടിക്കളയാറുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത് ക്ലാസ്സിലെ ഫ്രീക്വൻസിയിലെ എത്ര ഫ്രീക്വൻസി ഒരു ക്ലാസ്സിൽ, ഒരു കണ്ടിന്യൂസ് സീരീസ് ഒരു ക്ലാസ്സിൽ എത്ര പേര് ഇൻക്ലൂഡഡ് ആകുന്നുണ്ടെന്ന് അറിയിക്കാനാണ് ടാലി മാർക്ക് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻഡെക്സ് നമ്പർ ഇൻഡിക്കേറ്റ് ദ ചേഞ്ച് ഇൻ ജനറൽ പ്രൈസ് ലെവൽ. ജനറൽ പ്രൈസ് ലെവലിൽ വരുന്ന ചേഞ്ച് മനസ്സിലാക്കി തരുന്ന, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ ഏതാണ്? ഇൻഡെക്സ് ഫോർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, സെൻസെക്സ്. സെൻസസ് നമ്മൾ പറഞ്ഞു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്മൾ എന്ത് പറഞ്ഞു? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെയാണ്. ഇൻഡസ്ട്രിയൽ മേഖലയിലെ പ്രൊഡക്ഷൻ വരുന്ന ചേഞ്ച് ആണ്, ആ ട്രെൻഡിന് വരുന്ന ചേഞ്ച് മനസ്സിലാക്കാനാണ് ഇൻഡെക്സ് ഫോർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അപ്പം ഓപ്ഷൻ സി ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് എന്ത്? ജനറൽ പ്രൈസ് ലെവലിൽ വരുന്ന ചേഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത രീതിയിൽ ഒരു സ്റ്റൈൽ മാറ്റി ചോദിക്കാം. കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചതാണ്, ഇത് പഠിക്കാതെ പോകരുത്. അപ്പം എല്ലാവർക്കും എക്സാം നല്ലതായിരിക്കട്ടെ, നല്ലതായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്.